ഹലോ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഫൈനലി ഇടാൻ വിചാരിച്ചൊരു സംഭവം ഇടാൻ പോവുകയാണ്. എന്തല്ല, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് വിത്ത് മീ. അതായത് എൻ്റെയിലുള്ള എല്ലാ കളേഴ്സും പെയിൻറ്റ്സും എല്ലാതും ഇതിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാതും അല്ല, എൻ്റെ സ്റ്റേഷനറീസ് കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കളർ ഷെയ്ഡ്സ് കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പോച്ച് എന്ന് പറയുന്നത് ശരിക്കും ഫ്ലാസ്ക്കാണ് ഗൈസ്. നല്ല ക്യൂട്ടായി തോന്നിയപ്പോൾ അതെടുത്തതാണ്. പിന്നെ എൻ്റെ സിപ്പ് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ടും കൂടിയാണ് ഞാൻ എടുത്തത്. ഇതിൽ ഒരു മറ്റേ മാർക്കറില്ല, അത് മാത്രമേ ഉള്ളൂ. അത് ബ്ലൂ. മറ്റേതെന്ന് പറയുന്നത് ഫുൾ ബ്രഷ് പെൻസാണ്. ഡാർക്ക് തീമിലുള്ള ബ്രഷ് പെൻസാണ് ഞാൻ എടുത്തത്. ലൈറ്റ് തീം ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഉള്ളത് പെയിൻ്റാണ്. 3 പെയിൻ്റ് ഉണ്ട്. ഒന്ന് ചെറിയൊരു പെയിൻറ്റ്, ഈ ഒരു പെയിൻറ്റിൻ്റെ മോടി ഉണ്ടല്ലോ, അത് ഞാൻ പാലറ്റായി യൂസ് ചെയ്യുന്നതാണ്. കാരണം എൻ്റെ കയ്യിൽ പാലറ്റ് ഞാൻ വാങ്ങിയിട്ടില്ല. വാങ്ങുന്നവരെ എന്നോട് ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഉള്ളത് ഈ ഒരു ട്യൂബ്സാണ്. ഈ ട്യൂബ്സ് 160 റുപ്പീസിന് ഇത് അവൈലബിൾ ആണ്. പിന്നെ പറഞ്ഞാൽ ഈ ഒരു ഓർഗനൈസർ ബോക്സാണ്. ഇതിൽ പെന്ന്, സ്കെച്ച്, ബ്ലാക്ക് ഇങ്ക് നമ്മൾ വാങ്ങിയൊക്കെ ഓർമ്മയില്ലേ? കാണാത്തവരുണ്ടെങ്കിൽ കാണാം. പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു മാജിക് പെന്നാണ്. എൻ്റെ ഫ്രണ്ട് തന്നതാണ് സ്കൂളിൽ നിന്ന്. എന്നോട് എടുത്തോ എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ബാക്കിൽ ഇങ്ങനെ റൗണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വരും. ടിക് പേനയല്ല. പിന്നെ നമ്മൾ സ്ക്വിഷി പെന്ന്, അത് ഓർമ്മയില്ല എല്ലാവർക്കും. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസർ ബോക്സിൽ വലിയ വലിയ പെൻസിൽ കളേഴ്സാണ്. ഇത് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയത് അവിടെ വെച്ചതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമിന് കൊണ്ടുപോയ ഒരു ബോക്സായിരുന്നു. അത് ചെറിയ ചെറിയ പെൻസിൽ ബോക്സാണുള്ളത്. പിന്നെ 2 പൗച്ച് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ജീൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പൗച്ചാണ്. ഈ ഒരു പൗച്ചിൽ എവിടെയെങ്കിലും കിട്ടുന്ന എറൈസേഴ്സും അതൊക്കെയാണ് ഇതിലേക്ക് വെക്കൽ. പിന്നെ ഈ ഒരു പൗച്ച് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് പൗച്ചാന്ന് വിചാരിക്കും. എൻ്റെ സ്വന്തം സ്കൂൾ പൗച്ചാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയില്ലേ, അപ്പോൾ തന്നെ ഈ കോലം ഇങ്ങനെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസർ ബോക്സസ് ആണ്. ഈ ഒരു ഓർഗനൈസർ ബോക്സ് ഇത് മറ്റേ വലുത് എനിക്ക് ഇന്ന് കിട്ടിയതാണ്. പിന്നെ ഈ ഒരു ബോക്സിൽ കുറേ സാധനങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. എന്താ പറയുക, ഈ കത്രിക, പശ, സ്റ്റാപ്ലർ, പെൻസിൽ, അങ്ങനെയൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഡബിൾ പഞ്ചർ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് എൻ്റെ മാജിക്കൽ യൂണിക്കോൺ പൗച്ചിൽ ഈ കവായി ജോണൽ സപ്ലൈസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെയാണ് ഇതിൽ വെക്കൽ. പിന്നെ ആ യൂണിക്കോണിൻ്റെ പൗച്ച് എന്ന് പറയുന്നത് പൗച്ചിൻ്റെ കവറ്, രനത്തിൻ്റെ പൗച്ചിൻ്റെ കവറ് പൊട്ടി. നല്ല ക്യൂട്ടായി തോന്നിയപ്പോൾ അത് എടുത്ത് വെച്ചതാണ്. പിന്നെ ഈ ഒരു 120 റുപ്പീസിന് വരുന്ന ഫാക്ടറി നോട്ട്സിൻ്റെ ഈ ഒരു ക്യാൻവാസാണ്. ഇത് ഞാൻ അത്രയ്ക്കും അൺബോക്സ് ഒന്നും കാണിക്കുന്നില്ല, കാരണം ഞാനിതൊരു അൺബോക്സിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. എന്നിട്ടെന്ന് പറയുന്നത് ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മറ്റേ സ്കീലില്ല, ഇനിയിപ്പോൾ എന്താ പറയുക, മറ്റേ സ്കീലില്ല, അതും ഇതിൽ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കവായ് സ്റ്റിക്കേഴ്സാണ്. ഇത് നമ്മൾ ഡൈ ആയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഈ സ്റ്റിക്കേഴ്സ് നമ്മൾ ജിപ്പുള്ള ജേണലിൽ കുറേ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വെറും പേപ്പറും പിന്നെ കളർ എടുക്കാനുള്ള സ്കെച്ചും അങ്ങനത്തെ ഒക്കെ മതി. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട്, പിന്നെ പശയും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജേണൽ ബുക്സാണ്. 3 ജേണൽ ബുക്സ് ഉണ്ട്. ഒന്ന് എൻ്റെ അനിയത്തിൻ്റെ ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് ഉണ്ടാക്കിയതിൻ്റെ ജേണൽ ബുക്കാണ്. ഇതിൽ 2 ജേണലൊക്കെ ചെയ്തിട്ടുള്ളൂ. നല്ല ബ്രൈറ്റർ പേജസാണ്. അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. ചറപ്പുറ. ഇതെന്ന് പറഞ്ഞാൽ റെർസൻ്റെ ഒരു ബുക്കാണ്. ഇത് ഞാൻ സാധാ ജേണൽ ബുക്കായിട്ട് എടുക്കുന്ന ഒരു ബുക്കാണ്. ഇതിൽ ഏത് ജേണലും ചെയ്യാൻ, ഞാനിപ്പോൾ കവായ് ജേണൽ മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ അനിയത്തി കുത്തി വെച്ചതാണ് കേട്ടോ. പിന്നെ രാത്രിമഴത്തിനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടത് ഞാൻ 4ാം ക്ലാസ്സിലെ ബുക്കിൽ നിന്ന് എടുത്തതാണ്, ഒട്ടിച്ചതാണ്. പിന്നെ നമ്മുടെ സ്വന്തം ബുള്ളറ്റ് ജേണൽ ബുക്ക്, ഇതിൽ കുറേ ഇൻക്ലൂഡ്സ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? അതിലുള്ള കവർ സ്റ്റിക്കേഴ്സൊക്കെ അതിലുണ്ട്. ഫ്യൂച്ചർ ലോഗ് ഉണ്ട്,
പിന്നെന്താ ഷെഡ്യൂൾഡ് ഉണ്ട്, ടു റിമെമ്പർ ഫിലിംസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിൻ്റെ ജേണൽ ബുക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.